സിനിമയുടെ പേര് ജാനകി വി എന്ന് തിരുത്താമെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ. കോടതി രംഗങ്ങളിൽ ജാനകി എന്ന് വരുന്ന ഭാഗം ഒഴിവാക്കും. സിനിമ പുറത്തിറക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്ന് അണിയറ പ്രവർത്തകർ. സെൻസർ ബോർഡിന്റേത് പരിഹാസ്യമായ വാദങ്ങളെന്ന അഭിഭാഷകൻ. തിരുത്തിയ പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സെൻസർ ബോർഡിന് നിർദ്ദേശം. പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. റദ്ദാക്കിയത് കീമിന്റെ പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം. വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്നും കോടതി നിയമത്തെ മാനിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഡാർക്ക് വെബിലൂടെയുള്ള ലഹരി വിൽപ്പനയിൽ അന്വേഷണത്തിന് ഇഡി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് വിവരങ്ങൾ തേടി. ലഹരി വിൽപ്പനയിൽ നിന്ന് ലഭിച്ച പണം രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്ന് അന്വേഷിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതിലും അന്വേഷണം. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിന് സമാനം. വിവിധയിടങ്ങളിൽ KSRTC ബസ്സുകൾ തടഞ്ഞു. കടകളും ഓഫീസുകളും അടപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നു. ചിലയിടങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു. പണിമുടക്കിയത് BMS ഒഴികെയുള്ള 10 സംഘടനകൾ. മറ്റ് സംസ്ഥാനങ്ങളെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. ഹേമചന്ദ്രൻ കൊലക്കേസിലെ മുഖ്യപ്രതി നൌഷാദ് അറസ്റ്റിൽ. UAE-ൽ നിന്ന് നൌഷാദ് ഇന്ത്യയിലെത്തിയത് ഇന്നലെ. വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന മൊഴി ആവർത്തിച്ച് നൌഷാദ്. കേരള സർവകലാശാലയിലെ പോരു തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ട് താൽക്കാലിക VC സീസ തോമസ്. സ്ഥാനമൊഴിയുന്നതിന് മുൻപേ രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. സർവകലാശാലയിലെ സംഘർഷത്തിലെ നടപടിയിൽ പ്രതിഷേധം. നാളെ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ച് SFI. മുംബൈ ഭീകരാക്രമണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് NIA. അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഉൾപ്പെടുത്തി. കുറ്റപത്രം പട്യാല ഹൗസ് കോടതി ഓഗസ്റ്റ് 13-ന് പരിഗണിക്കും. റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഓഗസ്റ്റ് 13 വരെ നീട്ടി ഡൽഹി കോടതി. ഗുജറാത്തിൽ പാലം തകർന്ന് 9 മരണം. തകർന്നത് വഡോദര, ആനന്ദ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം. നിരവധി വാഹനങ്ങൾ പുഴയിൽ വീണു. രക്ഷാപ്രവർത്തനം തുടരുന്നു.